മുല്ലപ്പെരിയാറിൽ ആശങ്കയായി ജലനിരപ്പ് ഉയരുകയാണ്. 135.70 എന്ന നിലയ്ക്കാണ് ജലനിരപ്പ് ഉള്ളത്. 136 അടിക്ക് മുകളിലെത്തിയാൽ സ്പിൽവേ ഷട്ടറുകൾ തുറക്കും. ഇടുക്കിയിൽ മഴയ്ക്കൊട്ടും ശമനമില്ല. പെരിയാർ തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാഹുൽ സുരേഷ് ഇടുക്കിയിൽ നിന്നും. രാഹുൽ, ശക്തമായ മഴ ഇടുക്കിയിൽ തുടരുകയാണല്ലോ. ഇപ്പോൾ മഴ കൂടുകയാണെങ്കിൽ ജലനിരപ്പ് 136 അടിക്ക് മുകളിലെത്തിക്കഴിഞ്ഞാൽ സ്പിൽവേ ഷട്ടറുകൾ തുറക്കാനിരിക്കുകയാണ്. ഇപ്പോൾ എന്താണ് ഏറ്റവും ഒടുവിൽ ജലനിരപ്പിന്റെ സാഹചര്യം? ഉടനെ തന്നെ സ്പിൽവേ ഷട്ടറുകൾ തുറക്കുന്നതിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? അങ്ങനെയെങ്കിൽ എന്താണ് മുന്നറിയിപ്പ്? സ്മൃതി, 0.30 അടിയും കൂടി വെള്ളം ഉയർന്നിട്ടുണ്ടെങ്കിൽ നിലവിലെ റൂൾ കർവ് പ്രകാരം 136 അടി, അതായത് പരമാവധി സംഭരണ ശേഷിയിലേക്ക് എത്തും. 136 അടിയിലേക്ക് എത്തുകയാണെങ്കിൽ സ്പിൽവേ ഷട്ടറുകൾ തുറന്നുകൊണ്ട് വെള്ളം നമ്മളിപ്പോൾ നിൽക്കുന്ന പെരിയാർ വഴി താഴേക്ക് ഒഴുക്കുമെന്നാണ് നിലവിൽ തമിഴ്നാട് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള മുന്നൊരുക്കങ്ങളാണ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വള്ളക്കടവിലാണ്. അതായത് മുല്ലപ്പെരിയാറിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറക്കുകയാണെങ്കിൽ ആദ്യം വെള്ളം ഒഴുകിയെത്തുന്ന സ്ഥലം കൂടിയാണ് ഈ വള്ളക്കടവ് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഈ നിമിഷം മഴ മാറി നിൽക്കുകയാണ്. പക്ഷേ മുകൾ ഭാഗത്താണ് മുല്ലപ്പെരിയാർ ഉള്ളത്. അവിടേക്ക് ആ വനപ്രദേശത്ത് ഉൾപ്പെടെ ശക്തമായ മഴ വൃഷ്ടിപ്രദേശത്ത് ഇപ്പോഴും തുടരുന്നുണ്ട് എന്നതാണ് ലഭ്യമായിട്ടുള്ള വിവരം. ഏതാണ്ട് 3800 ഖനിയടി വെള്ളമാണ് ഡാമിലേക്ക് ഒഴുകിയെത്തുന്നത്. 2100 ഖനിയടി വെള്ളം തമിഴ്നാട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അതായത് പരമാവധി വെള്ളം കൊണ്ടുപോയി ഡാം തുറക്കാതിരിക്കാനുള്ള ഒരു ക്രമീകരണമാണ് തമിഴ്നാട് ഈ ഘട്ടത്തിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ വരും മണിക്കൂറുകളിൽ മഴ ശക്തമാവുകയാണെങ്കിൽ ഡാം തുറക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിലവിൽ 3300ഓളം ആളുകളെ ഈ വെള്ളം ഉയരുകയാണെങ്കിൽ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരുമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ മുതൽ തന്നെ തീരദേശത്തുള്ള ആളുകളോട് ജാഗ്രത പാലിക്കണമെന്ന കാര്യം ജില്ലാ ഭരണകൂടം മൈക്ക് അനൗൺസ്മെന്റ് വഴി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും മഴ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് വള്ളക്കടവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഈ വള്ളക്കടവിന് ശേഷം വണ്ടിപ്പെരിയാർ കഴിഞ്ഞ് ചപ്പാത്ത് കഴിഞ്ഞ് അയ്യപ്പൻകോവിൽ, അതിനുശേഷമായിരിക്കും ഈ വെള്ളം ഇടുക്കി ഡാമിലേക്ക് ഒഴുകിയെത്തുക. എന്താണെങ്കിലും മഴ ശക്തമാവുകയാണെങ്കിൽ ഇന്ന് തന്നെ മുല്ലപ്പെരിയാർ ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറക്കാൻ തന്നെയാണ് സാധ്യത. കഴിഞ്ഞ ദിവസം നൽകിയ മുന്നറിയിപ്പ് നിലനിൽക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ തമിഴ്നാടിന്റെ ഭാഗത്തു നിന്നും കേരളത്തെ അറിയിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. തമിഴ്നാടാണ് എപ്പോൾ ഡാം തുറക്കണം, എപ്പോൾ സ്പിൽവേ ഷട്ടറുകൾ തുറന്നുകൊണ്ട് വെള്ളം പുറത്തേക്ക് ഒഴുക്കണം എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടത്. കഴിഞ്ഞ ദിവസം അറിയിച്ചത് പ്രകാരമാണ് 136 അടിയിലേക്ക് എത്തുകയാണെങ്കിൽ സ്പിൽവേ ഷട്ടറുകൾ തുറക്കണം എന്ന കാര്യം അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം കൂടുതൽ വിവരങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. അഥവാ സ്പിൽവേ ഷട്ടറുകൾ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുകയാണെങ്കിൽ അത് നേരിടാൻ വേണ്ട മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ ഇടുക്കി ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ കേരള സർക്കാരും സ്വീകരിച്ചിട്ടുണ്ട്. സ്മൃതി, ഒരുപാട് പേരെ മാറ്റിപ്പാർപ്പിക്കുന്നില്ലേ? ഇത് 3000ഓളം പേരെ മാറ്റിപ്പാർപ്പിക്കുന്നു എന്നുള്ള വിവരങ്ങളടക്കം വരുന്നു. അങ്ങനെയെങ്കിൽ എവിടേക്കൊക്കെയാണ് ഈ മാറ്റിപ്പാർപ്പിക്കാൻ ക്യാമ്പുകൾ എവിടെയാണ് ഒരുങ്ങുന്നത്? സ്മൃതി, നിലവിൽ ജില്ലാ ഭരണകൂടം അറിയിച്ചത് പ്രകാരം 20 ക്യാമ്പുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. നമുക്ക് ഈ വീടുകളുടെ ദൃശ്യങ്ങളിലേക്കൊക്കെ ഒന്ന് പോകാവുന്നതാണ്. ഈ കാണുന്ന വീടുകളെല്ലാം തന്നെ പെരിയാറിന്റെ തീരത്തുള്ള വീടുകൾ കൂടിയാണ്. 800-ലധികം കുടുംബങ്ങളാണ് ഇങ്ങനെ പെരിയാറിന്റെ തീരത്തുള്ളത്. ആവശ്യമെങ്കിൽ ഈ കുടുംബങ്ങളെ ആയിരിക്കും, അതായത് 800ഓളം കുടുംബങ്ങളിലെ ഏതാണ്ട് 3000-ലധികം ആളുകളെ ആയിരിക്കും വിവിധ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കേണ്ടി വരിക. നിലവിൽ ക്യാമ്പുകളൊന്നും തന്നെ തുറന്നിട്ടില്ല. ആവശ്യം വരികയാണെങ്കിൽ മാത്രമായിരിക്കും ഈ ക്യാമ്പുകൾ തുറന്നുകൊണ്ട് അവരെ മാറ്റിപ്പാർപ്പിക്കാൻ സാധ്യത. പക്ഷേ നിലവിലെ കണക്ക് പ്രകാരം ഇവിടെയുള്ള ആളുകളൊക്കെ പറയുന്ന അനുസരിച്ച് വലിയ രീതിയിൽ ഈ വീടുകളിലേക്കൊക്കെ വെള്ളം കയറേണ്ട ഒരു സാഹചര്യം നിലവിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത്. 2018-ലെ പ്രളയത്തിൽ പോലും ഈ വീടിന്റെ ഏതാണ്ട് ആ പകുതിയോളമൊക്കെയാണ് വെള്ളം ഉയർന്നിട്ടുള്ളൂ. 2 വർഷം മുമ്പ് മുല്ലപ്പെരിയാർ ഡാമിന്റെ സ്പിൽവേ ഷട്ടർ തുറന്നപ്പോഴും കാര്യമായി വെള്ളം മുകളിലേക്ക് കയറിയിരുന്നില്ല എന്നാണ് ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് നാട്ടുകാർക്ക് ഇതൊക്കെ ഒരു ശീലമായിട്ടുണ്ട്. അവർ ഈ വെള്ളം ഒഴുകി വരുന്ന സാഹചര്യത്തിൽ മാത്രമാണ് ഇവിടെ നിന്ന് മാറേണ്ടി വരുന്നുള്ളൂ എന്നാണ് നിലവിൽ അവർ അറിയിച്ചിട്ടുള്ളത്. നിലവിലെ ജില്ലാ ഭരണകൂടത്തിന്റെ കണക്കുകൂട്ടൽ പ്രകാരം 800-ലധികം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും. ആ 800ഓളം കുടുംബങ്ങളിലെ ഏതാണ്ട് 3000-ലധികം ആളുകളെ ആയിരിക്കും ആ ക്യാമ്പുകളിലേക്ക് വരിക. അതിനുവേണ്ടി 20 ക്യാമ്പുകളാണ് നിലവിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. പകൽ സമയത്ത് വേണം എന്നുള്ളതാണ് തമിഴ്നാടിനോട് കേരളത്തിന്റെ അഭ്യർത്ഥനയായിട്ടുള്ള. നേരത്തെ അറിയാമല്ലോ, ഷട്ടറുകൾ പറയാതെ തുറന്നു എന്നുള്ള ഒരു വിഷയം മുൻവർഷങ്ങളിൽ ഉണ്ടായ സാഹചര്യം. അത് ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു മുന്നൊരുക്കം കൂടിയുണ്ട്. അപ്പോൾ ആളുകളെ സംബന്ധിച്ച് വെള്ളം ഉയരില്ല എന്ന പ്രതീക്ഷ തന്നെയാണല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അതായത് മുൻ വർഷങ്ങളിൽ മുന്നറിയിപ്പില്ലാതെ തന്നെ തമിഴ്നാട്
ഈ സ്പിൽവേ ഷട്ടറുകൾ തുറന്നുകൊണ്ട് വെള്ളം ഒഴുക്കിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ സാഹചര്യത്തിലായിരുന്നു, ആ കണക്കുകൂട്ടലിലായിരുന്നു കഴിഞ്ഞ ദിവസം തമിഴ്നാട് മുന്നറിയിപ്പ് നൽകിയ ആ ഘട്ടത്തിൽ തന്നെ രാത്രി സമയങ്ങളിൽ ഈ സ്പിൽവേ ഷട്ടറുകൾ തുറന്നുകൊണ്ട് വെള്ളം ഒഴുക്കരുത് എന്ന കാര്യം ആവശ്യപ്പെട്ടത്. അത് ഈ നിമിഷം വരെ തമിഴ്നാട് അംഗീകരിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് അങ്ങനെ തന്നെ അനുമാനിക്കേണ്ടി വരും. കാരണം കഴിഞ്ഞ തവണ നേരത്തെയൊക്കെ ഡാം തുറന്നുവിട്ട സമയത്ത് പലപ്പോഴും രാത്രിയിൽ ഈ ഡാം തുറന്നുവിട്ട സാഹചര്യം ഉണ്ടായിരുന്നു. അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കേരളം പ്രത്യേകിച്ച് തമിഴ്നാടിനെ ആ കാര്യം എടുത്തറിയിക്കുകയും ചെയ്തത്. അതായത് രാത്രി സമയങ്ങളിൽ ഈ ഡാം തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കരുത് എന്ന കാര്യം അറിയിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ തീരദേശത്തുള്ള ആളുകൾക്കൊക്കെ മാറി താമസിക്കേണ്ട സാഹചര്യം വരികയാണെങ്കിൽ ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പലപ്പോഴും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ക്രമാതീതമായി ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പല ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുള്ളത്. നിലവിൽ മഴ ശക്തമാണ് വൃഷ്ടിപ്രദേശത്ത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യാം. വള്ളക്കടവിൽ ഉൾപ്പെടെ ശക്തമായ മഴ ഇപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. തൊട്ടുമുകളിൽ ഏതാണ്ട് നമ്മൾ നിൽക്കുന്നതിൽ നിന്നും ഏതാണ്ട് 10 കിലോമീറ്റർ മുകൾ ഭാഗത്താണ് മുല്ലപ്പെരിയാർ ഡാം ഉള്ളത്. വനമേഖലയിൽ ശക്തമായ മഴ വരും മണിക്കൂറുകളിൽ തുടരുകയാണെങ്കിൽ ഇപ്പോൾ 3800 ഖനിയടി വെള്ളം എന്നത് പലപ്പോഴും 4000-ന് മുകളിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഇന്നലെ രാവിലെയൊക്കെ ഏതാണ്ട് 5000 ഖനിയടി വെള്ളം വരെ ഡാമിലേക്ക് ഒഴുകി എത്തിയിരുന്നു. മഴയുടെ ശക്തി കുറഞ്ഞപ്പോഴാണ് അത് 3800-ലേക്ക് കുറഞ്ഞിട്ടുള്ളത്. എന്താണെങ്കിലും അതിശക്തമായ മഴ തുടരുകയാണെങ്കിൽ ഇന്ന് തന്നെ സ്പിൽവേ ഷട്ടറുകൾ തുറന്നുകൊണ്ട് വെള്ളം നമ്മളിപ്പോഴുള്ള ഈ വള്ളക്കടവിലൂടെ പെരിയാറിലൂടെ ഒഴുകി താഴേക്ക് പോകാൻ തന്നെയാണ് സാധ്യത. സ്മൃതി. ശരി, രാഹുൽ സുരേഷാണ് ഇടുക്കിയിൽ നിന്നുള്ള തത്സമയ വിവരങ്ങൾ നൽകുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് അല്പം കൂടി ഉയർന്നു കഴിഞ്ഞാൽ ഷട്ടറുകൾ തുറക്കേണ്ട സാഹചര്യമാണ്.